എടാ ഓ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് ഉറപ്പാണോടാ? ഇവിടെ ലച്ചാച്ചയെ കുറിച്ച് കിൻഡലാണ് എങ്ങനെ എഴുതിയിരിക്കണ്. അപ്പൊ പിന്നെ അമ്മയെ കുറിച്ച് എഴുതായിരിക്കും. ഉറപ്പായിട്ട് എഴുതിയിട്ടുണ്ടാവും. എന്നാൽ എന്നെ പറ്റി എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാവുക? അമ്മ എന്നെ പറ്റി നല്ലത് മാത്രമേ എഴുതുള്ളൂ. അതെ, മരുമോള് നല്ല കാര്യം മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളൂ. അത് ശരി, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നു. എവിടെയൊക്കെ തപ്പി അമ്മൂമ്മ തകർത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അമ്മൂമ്മയുടെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുക അവിടെ. അമ്മൂമ്മ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഇതെങ്ങനെയാ പ്രസിദ്ധീകരിക്കുന്നതെന്നൊക്കെ. ഞാൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തല്ലേ? വളരെ ഉപകാരം. എന്തേ? എന്റെ പൊന്നളി, അതിനകത്ത് നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നല്ല കാര്യമല്ലേ, എല്ലാരെ കുറിച്ചും അറിയട്ടതേ. നല്ല കാര്യമാണ് എഴുതണമെങ്കിൽ കുഴപ്പമില്ല. എന്നെ കുറിച്ച് എഴുതിയേക്കണ ചാത്തന്റെ പേര് ഞാൻ പറയട്ടാ. കേശുവിന്റെ പ്രണയലോകവും ഭവാനമ്മയുടെ സൂര്യക്കേടുവെന്ന്. അളിയാ അടിപൊളി. എടാ നീ ഉണ്ടല്ലോ, നീ നമ്മുടെ വരും തലമുറയ്ക്ക് ഒരു മാതൃകയാവും. കടിക്കും കേട്ടോ, ഞാൻ വല്ലതും ചെയ്യും കേട്ടോ അതിനെ. എന്റെ സിദ്ധു, അമ്മൂമ്മ ഇങ്ങനെ വായി തോന്നിയതൊക്കെ എഴുതി വെച്ചാലേ പിന്നെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല. എന്താണല്ലേ എന്നെ കുറിച്ച് നല്ലത് മാത്രം എഴുതുന്നതാണ് അമ്മൂമ്മ എന്റെ അടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ എന്നെ കുറിച്ച് നല്ലത് മാത്രമല്ലേ ഉള്ളൂ എഴുതാൻ. അയ്യ, നല്ലത് മാത്രം ചെയ്യുന്ന ഒരു ഉണ്ണി. ഞാൻ ഒരു കാര്യം പറയാം, ഈ കാര്യത്തില് സിദ്ധു ഞങ്ങളുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. എന്നില്ലെങ്കിൽ അറിയണോ? ഞാൻ കൂടെ ഉണ്ടല്ലോ. ഇവിടെ വന്നിരിക്കുവായിരുന്നോ മോനെ? ആ പബ്ലിഷറുടെ നമ്പറും തരണേ. തരാലോ. എല്ലാം വിളിച്ച് പറഞ്ഞിട്ടില്ലേ? എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ, നമുക്കേ ആദ്യം ഒരു 10,000 കോപ്പിയും കടിക്കാം. ആയിക്കോട്ടെ. എല്ലാ ജില്ലയിലും വായനശാലകളിൽ കൊടുക്കാം. എല്ലാ ജില്ലക്കാരും ഒന്ന് അറിയട്ടെ ഞാൻ അനുഭവിക്കുന്നതൊക്കെ. അമ്മ ഈ ചെയ്യണ ശരിയല്ല കേട്ടാ. എന്റെ ശരിയും തെറ്റുമൊക്കെ എനിക്കറിയാം. ബാബാറു, അടുത്ത അധ്യായം എഴുതാം. അധ്യായം 17, ഗൂഢാലോചന. അമ്മൂമ്മ, ഈ ആത്മകഥയ്ക്ക് ടൈറ്റിൽ എന്തെങ്കിലും ഇട്ടോ? ഒന്നും ഇട്ടിട്ടില്ല, എന്തെങ്കിലും ഇടണം. ഒരു മാലാകയും കുറെ ചെറുത്തന്മാരും, അങ്ങനെല്ലായിരിക്കും ടൈറ്റില്. അത് ഞാൻ തീരുമാനിച്ചോളാം. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ, ആലോചനയിലുണ്ട്. ബാബാറു, കത്തിക്കണം. എല്ലാം കൂടെ വാരി കൂട്ടിയിട്ട് കത്തിക്കണം, എന്നാലേ ശരിയാവും. എടാ കത്തിച്ചാ പിന്നെ എഴുതിക്കൂടെ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തായാലും അമ്മൂമ്മ എഴുതി തുടങ്ങിയല്ലോ, എഴുതി തീരട്ടെ. തീരുമ്പോ അത് എവിടെയെങ്കിലും കൊണ്ടേ വെക്കുമല്ലോ, അപ്പൊ നമുക്ക് അവിടെ നിന്ന് പോക്കാം. പോക്കാം. എങ്ങാനും കാല് മാറിയ അറിയാലോ. കേശുവേ, നൈസായിട്ട് സാധനം തൂക്ക്. എവിടെ ഇരിക്കണ്? ആ തപ്പള നീ. എന്താ പൂജിക്കാൻ വെച്ചേ? കളം എഴുതിയുള്ള പ്രാർത്ഥനയായിരിക്കും പരിപാടി സക്സസ് ആവാൻ. കേശുവേ, ഓ, തൂക്ക്. തൂക്കിട്ടാ പോച്ച്. ഇതോടെ നമുക്കെതിരെയുള്ള ആരോപണങ്ങൾ കത്തിത്തീരണം. ചേച്ചി, ഇപ്പൊ പണിയാവൂ. പൂജിച്ചതാ തെച്ചിപ്പൂവും ഭസ്മൊക്കെ ഇട്ട് വെച്ചേക്കണ്. അതൊന്ന് പ്രാർത്ഥിച്ചിട്ട് എടുത്താ മതി. എടുക്ക്. നമ്മുടെ ചേച്ചി ഇട്. എടുക്കടാ. ഒന്ന് മരായിരിക്കണ്ടേ? കൈ കാണീര്. എടുക്ക് എടുക്ക് എടുക്ക്, പെട്ടെന്ന് എടുക്ക്, സമയമല്ല കളയാൻ. അടിയിലിട്ട് വെച്ചു. ചൊള്ളി. ഇതിന് മാത്രം ഭസ്മത്തിലാണ് വാരിയണത്. എനിക്കറിഞ്ഞൂടോ, കൊറേ ഉണ്ടല്ലോ. കത്തിക്കാൻ നോക്കാം. ബാ. ഓ, ഉള്ളം കൈ ചൊറിയാണ്. ചൊറിയുണ്ടോ?
എന്താ ചൊറിയണത്? എനിക്കറിഞ്ഞൂടാ. എന്താണിത്? എന്തുവാ എന്തുവാടാ ചൊറിയുന്നെന്താ? എന്തുവാ കാര്യം എന്തുവാ? അത് നിങ്ങൾക്ക് ചെറുച്ചില് ജന്മന ഉള്ളതല്ലേ? അതല്ല, മേലെ ചൊറിയണമെന്ന്. എനിക്കറിഞ്ഞൂടാ. എന്ത് പറ്റി മക്കളെ? എന്ത് പറ്റി? ഇവർക്ക് ചൊറിയുന്നു. ചൊറച്ചിൽ ഇത്ര പെട്ടെന്ന് തുടങ്ങിയോ? ഇത്ര പെട്ടെന്ന് ചൊറിയെന്ന് ഞാൻ വിചാരിച്ചില്ല. അമ്മൂമ്മ കുറച്ച് വെള്ളം കുടിക്ക്. അമ്മൂമ്മയുടെ ആത്മാവ് മോഷ്ടിക്കാൻ നോക്കിയല്ലേ? അമ്മൂമ്മ അതിനകത്ത് ഏതോ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഏതോ പൊടിയല്ല, നായ്ക്കൊരണപ്പൊടി. ഇതൊരു സാമ്പിൾ മാത്രം. വേറൊരു ടെസ്റ്റ് കൂടിയുണ്ട്. നിങ്ങൾ മോഷ്ടിക്കാൻ നോക്കിയതേ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഒറിജിനൽ വേറെയുണ്ട്. ഇനി എങ്ങാണോ ഇത് മോഷ്ടിക്കാൻ നോക്കിയ ഇതായിരിക്കത്തില്ല കളി. അധ്യായം 20 ചൊറിച്ചിൽ. വരൂ. കേശു, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ലച്ചു, ഞാനേ ചെറുതായിട്ടൊന്ന് ടീം മാറിക്കോട്ടെ. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ എന്തായാലും വീണ്ടും അമ്മൂമ്മയുടെ ഈ ആത്മകഥ മോഷ്ടിക്കാൻ ശ്രമിക്കും. അപ്പൊ അമ്മൂമ്മ ചിലപ്പോ ടൈം ബോംബ് വല്ലതാണ് വെക്കുന്നെങ്കിൽ ഞാനും എന്തിനാ പെടുന്നേ? ഞാൻ അമ്മൂമ്മയുടെ ടീം. അമ്മൂമ്മ അമ്മൂമ്മേ. ചേച്ചി എന്തിയായി? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഞാൻ